ഹായ് ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ലുലു മാളിലാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. അങ്ങനെ പാത്തും മാപ്പിയും ദേ മേളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനും ദേ കൂടെ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് കയറിയ പാട് ദേ ഒരു ട്രെയിനിൽ കുറച്ച് ആൾക്കാരെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നോക്കി ഒന്ന് നിന്നേ. അങ്ങനെ എനിക്ക് കയറിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങി തരില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആദ്യമൊക്കെ ഒന്ന് നോക്കി നിന്ന് കേട്ടോ. പിന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഓഫർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് സാധനം അങ്ങ് എടുത്തോളൂ അല്ലേ. പിന്നെ മാളിൽ കയറിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ, എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചാൽ മതിയല്ലേ. ഞാൻ മോക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്രയോണും ഈ ഒരു ബുക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രയോണ് സാധാ ഷോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഡ്രോയിങ് ബുക്കും അതുപോലെ കുറച്ച് ഫയലൊക്കെ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് വേണ്ടിയിട്ട് ന്യൂട്രലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ന്യൂട്രല മോഡൽ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും 490 അത്രയും റേറ്റ് വരുന്നതാണ് കേട്ടോ. സാധാ ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ റേറ്റിലുള്ളത് തന്നെയാണ്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്ന കോൺഫ്ലാക്സ് ആയിരുന്നു. അത് മോള് കഴിക്കുമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ അറിയാം വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കില്ലേ എന്നുള്ളത്. പിന്നെ അത് ഓഫറിനുള്ള സാധനമായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് മാഗി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഗി നോക്കുന്നുണ്ടായിരുന്നേ. എക്സ്ട്രാ പാക്ക് ഉള്ളതും കൂടി നോക്കിയാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് 2 എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഫിഷിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ 2 വീലറിലായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് ഫിഷൊക്കെ ആയിട്ട് തിരിച്ച് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ അതൊന്നും വാങ്ങിക്കാണ്ടിരുന്നത്. പിന്നെ ജസ്റ്റ് അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് തുടങ്ങി കേട്ടോ. ബൂസ്റ്റും അതുപോലെ ടാങ്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ മോക്ക് ലേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പനീർ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എഗ്ഗിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കാട മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീസ് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഈ ഒരു സാധനവും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ചപ്പാത്തി കുബൂസ് അങ്ങനെയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതുമായിട്ട് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് കൗതുകം തോന്നി. ആ ഒരു സെക്ഷനിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കേക്കും അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് 180 രൂപയാണ് കേട്ടോ. അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുനാഫ ചോക്ലേറ്റ് അല്ല, കുനാഫ ചീസാണ് കേട്ടോ ഇത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് അവിടെ വെച്ച് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ നിന്ന് ഒരു റെഡ് ലഡുവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെന്താ, പീത കോക്കനട്ട് ലഡു അങ്ങനെ എന്തോ, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങിയ സാധനം ഈ ട്രോളി നിറയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഫുഡിൻ്റെ സെക്ഷനിലെത്തി കേട്ടോ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കോംബോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. 620 കോംബോ 599 രൂപയ്ക്കാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ബില്ലടിക്കാനാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഒത്തിരി സാധനമായി. ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് വന്നിട്ടാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ പറക്കി വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പാത്തുമാണ് കേട്ടോ ഇതെല്ലാം പറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ പറക്കി ഓരോന്നും വെക്കാൻ. അങ്ങനെ ഹാർപ്പിക്കും അതുപോലെ തന്നെ കംഫർട്ടൊക്കെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ രണ്ടാമത് പോയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബില്ലിങ്ങിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാത്തുവിനെയൊക്കെ കൊണ്ട് മുകളിലോട്ട് പോവുകയാണേ. പാത്തു ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവളെ ഉരുട്ടിക്കണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മേലിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചായക്കും അതുപോലെ തന്നെ ചിക്കൻ സ്പ്രിംഗ് റോളിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം കഴിക്കാൻ. ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പാത്തുവിന് നല്ല ഇഷ്ടമായി കേട്ടോ. പാത്തു താഴത്തെ വ്യൂ ഒക്കെ നോക്കിയിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സൈഡ് മിററിൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ബ്രോസ്റ്റഡ് ഒന്ന് എടുക്കാൻ വിചാരിച്ചേ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല കോംബോ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുട്ടികളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. മോളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവളെ ഒന്നും ഗെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.